സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ്, പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സംസ്കാരത്തിന് ഉപയോഗിച്ച വചനം അതായിരുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വചനം എന്നാണ് പറഞ്ഞത്. അതായത്, ഇടയനായ പത്രോസിനോട് ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ അല്ലെങ്കിൽ ഭയവും ഉത്കണ്ഠയും തൻ്റെ ഉള്ളിൽ കടന്നു വന്നുകൊണ്ട് ഞാൻ ഇനിയും മനുഷ്യരെയല്ല മീൻ പിടിക്കുന്നവനായി തന്നെ തിരികെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് കർത്താവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനു ശേഷം പൂർണ്ണമായ ബോധ്യം വരാഞ്ഞതുകൊണ്ട് അപ്പസ്തോലന്മാരോട് പത്രോസ് തന്നെ പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആരെങ്കിലും വരുന്നു? ഏതാണ്ട് 7 പേരും അവരെല്ലാം കൂടെ പോയി മീൻ പിടിക്കാൻ പോയി. യോഹന്നാൻ 21 തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് രാത്രി മുഴുവനും മീൻ പിടിക്കാൻ ശ്രമിച്ചത് ഒന്നും കിട്ടാതെയും നിരാശനായി ബോട്ടിൽ ഒരുമാതിരി അർദ്ധനഗ്നനായി കിടക്കുന്ന ഒരു ചിന്തയില്ല. ജീവിതത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷകളും പോയി. അങ്ങനെ കിടക്കുന്ന പത്രോസ് വെള്ളത്തിന്റെ മുകളിലൂടെ ബോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കുന്നില്ല ആരും. അങ്ങനെ കരയോട്, സാധാരണ നിയന്ത്രിക്കുന്നില്ല, കരയോട് അടുക്ക് ഓളം അടിച്ചു കൊണ്ടുവരും. അങ്ങനെ കരയോട് അടുത്ത് വന്നപ്പോൾ അങ്ങ് ദൂരെയും തീരത്ത് ആരോ അല്പം തീ കൂട്ടി, തീക്കനല് അല്ലെങ്കിൽ തീ കത്തുന്നത് കാണാം, ഒരാളവിടെ ഇരിക്കുന്നത് കാണാം. അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഓർത്ത് നോക്കണം, നീ ഇനിയും മീൻ പിടിക്കാൻ പോകണ്ട, ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് യേശുവിന്റെ കൂടെ നടന്ന പത്രോസ് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് കർത്താവ് തിരികെ വരികയാണ്. അവിടെ നമുക്കറിയാം, നിങ്ങൾ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയെറിയ എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒരു വചന പണ്ഡിതൻ പറഞ്ഞിങ്ങനെയാണ്, ഏതാണ് വശം, അവർ ഏത് വശത്താണ് എറിഞ്ഞതെന്ന് അറിയില്ല, ഏതായാലും ഇപ്പോൾ എറിയുന്നതിൻ്റെ മറുവശത്ത് എറിയുക എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ശ്രമം പാഴായെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അതിൽ നിന്ന് മാറ്റി ഞാൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ അതാണ് അവിടെ വള്ളത്തിന്റെ ഇടതും വലതുമായിട്ട് നമുക്കറിയാം, വലിയ വ്യത്യാസമില്ല, ദൂരമില്ല. വല ഇട്ട് കഴിയുമ്പോൾ വള്ളത്തിന് വലതുവശവും ഇടതുവശവും ഒരുപോലെ ഉള്ളു. പക്ഷെ അവിടെ ഇതാണ് യേശു പറയുമ്പോൾ, യേശു പറഞ്ഞതുപോലെ ചെയ്തത് കൊണ്ട് അവർക്ക് വലിയ ഒരു മീൻപിടുത്തം കിട്ടിയ 153 വലിയ മത്സ്യങ്ങളെ വലയിൽ കുടുങ്ങിയെന്ന്. അപ്പോൾ അതൊന്നും ആട്ടെ, 153. അപ്പോൾ അവിടെ യേശു അപ്പോൾ അങ്ങനെ മീൻ കിട്ടിയപ്പോൾ യോഹന്നാൻ വിളിച്ചു പറയണം, അത് കർത്താവാണേ, അത് കർത്താവാണേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ നമ്മളെ കരുതുന്ന, നമ്മളെ അറിയുന്ന ഒരു കർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാകണം. ആ മീൻ അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് മീനിന്റെ കാര്യമൊക്കെ മറന്നുപോയി. താൻ നഗ്നനായിരിക്കെ തുണിയൊക്കെ വെള്ളത്തിലേക്ക് എടുത്തിയാടി. എന്നിട്ട് എല്ലാവരും വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുത്തെത്താനായിട്ട് നീന്തി അവൻ്റെ അരികിലെത്തിയെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ സ്നേഹം ഇന്ന് നമ്മുടെ പരിശുദ്ധാത്മാവ് തിരുസഭയിലെ വചനങ്ങളോട് നമ്മളെ ഓർപ്പിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹം അത്രമാത്രം നമ്മെ ആകർഷിക്കുന്നതാണ്. ലോകത്തിൽ എന്തെല്ലാം ആകർഷണങ്ങളായിരുന്നു, മോഹങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്നത് പോലെ പൈശാചികമായ ശക്തികൾ ലോകത്തിൽ പലതിലും നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റി ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ആകർഷിക്കുന്നൊരവസ്ഥയിൽ, അത് ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വായോട് കർത്താവ് പറഞ്ഞു, മക്കളെ അങ്ങോട്ട് പോകരുത്, അവിടെ പഴം തിന്നുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ തിന്മയുടെ സ്വാധീന ശക്തി ഉള്ളത് കൊണ്ടാണ് അത് ദൈവം പറഞ്ഞു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു. മനഃപൂർവ്വം അറിയാതെ അതിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ആകർഷണത്തിൽപ്പെട്ട് സാത്താൻ ഹവ്വായോട് സംസാരിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിന്നും ലോകമോഹങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വാർത്ഥതയിലേക്ക് ഹവ്വായുടെ മനസ്സിനെ സാത്താൻ ആകർഷിച്ചു. ദൈവവചനമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വചനം പറയുന്നുള്ള ആ പഴം
ആ കാഴ്ചയിൽ ആകർഷകമാണെന്നും സർപ്പവും പറഞ്ഞു കുഴപ്പമില്ല, എന്താ കുഴപ്പം, ഇതിന് ചായച്ചു കൊടുത്തു നോക്കി. അപ്പോൾ അവിടെ ആ പഴം നിന്നു കഴിഞ്ഞപ്പോൾ സാത്താന്റെ മനോഭാവം ഉള്ളിൽ കയറിയിട്ട് ദൈവത്തിനെതിരായി ചിന്തിക്കാൻ തുടങ്ങി. ദൈവ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ ഒരു അവസ്ഥയാണ്. അതായത് ദൈവ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ലോകമോഹങ്ങളിലും വെറുപ്പിലും വിദ്വേഷത്തിലും ജഡികതയിലും സാത്താന്റെ മനോഭാവമാണ് വാശിയും വൈരാഗ്യവും വിദ്വേഷവും, പ്രത്യേകിച്ച് സ്വാർത്ഥത എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീരുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവർ നന്നാകട്ടെ. നമുക്ക് നേരെ മറിച്ച് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാതായും, നമ്മൾ ഇല്ലാതായി തീരും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ നമ്മൾ ഇല്ലാതായി തീരുമെന്ന് പറയുന്നത് ഇന്നും നമ്മളിലുള്ള പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ തന്നെ നൽകുകയാണ്. ഒന്നും ചിന്തിച്ചല്ല, ഞാൻ ലോകത്തിലേക്ക് വന്നാൽ എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുമെന്നോ സ്വർഗം നഷ്ടപ്പെടുമെന്നോ പിതാവുമായുള്ള എൻ്റെ ബന്ധം നഷ്ടപ്പെടുമെന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി എന്നാണ് യോഹന്നാൻ ശ്ലീഹ ദൈവത്തിന്റെ സ്നേഹം, ത്രിത്വിക ദൈവം സ്നേഹമുള്ളവനായിരുന്നത് കൊണ്ടാണ് ഭൂമിയിലേക്ക് വേറൊന്നുമല്ല, ഒരാഗ്രഹമില്ല. ഭൂമിയിലെ ആകർഷമായ എത്രയും മനോഹരമായി ഭൂമിയെ സൃഷ്ടിച്ചിട്ട് അത് മനുഷ്യർക്ക് നൽകിയ ദൈവം അല്ലേ പറയല്ലേ, ഇത്രയും നല്ലത് നമ്മളാണ് പറയല്ലേ. കായൻ ഏറ്റവും നല്ല ഭാഗം തനിക്കായിട്ട് മാറ്റിവെച്ചു. ഇത്രയും സൃഷ്ടിച്ച് ഇത്രയും മനോഹരമാകുന്നു ഒരിക്കലും ഓർത്തില്ല. അതുകൊണ്ട് ഇത് അവർക്ക് വേണ്ടത് എനിക്കിരിക്കട്ടെ എന്ന് ദൈവം കരുതിയില്ല. ഞാൻ ഈ പറയുന്നത് നമ്മളൊന്ന് ഗ്രഹിക്കണം. നമ്മുടെ ഉള്ളിൽ ആ ഒരു മേഖലയുണ്ടെങ്കിൽ ഇന്നും നമ്മളെ തിന്മ സ്വാധീനിക്കുന്ന മേഖല ഏതാണ്? എൻ്റേത് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ ഇല്ലാതായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയുണ്ടല്ലോ. അവിടെയാണ് നമ്മൾ ഇനിയും നമ്മളെ തന്നെ യേശുവിനെ കൊടുക്കേണ്ടത്. യോഹന്നാൻ ശ്ലീഹ ഇന്നലെയൊക്കെ ചിന്തിച്ചതായിരുന്നല്ലോ. യോഹന്നാൻ 3-ാമത്തെ സുവിശേഷം, യോഹന്നാൻ 3 അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകം എന്ന് പറയുമ്പോൾ നമ്മളെയാണ്, മനുഷ്യരെയാണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം സ്വാർത്ഥനായതുകൊണ്ട് താൻ അയച്ച തൻ്റെ പുത്രനിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അവരെ മരണത്തിന് അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ല. തിന്മ ഒരു വശത്തുണ്ട്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹം അറിയാതെ പോകുകയാണെങ്കിൽ നമ്മളെ സാത്താൻ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. കാരണം നമ്മുടെ മനസ്സും ചിന്തകളും ലോകത്തിലേക്ക് അത്രമാത്രം ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. 36 ദൈവം കണ്ടു മനുഷ്യനിൽ എപ്പോഴും തിന്മയാണെന്ന്, എപ്പോഴും അവന്റെ മനസ്സും അന്തരംഗവും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണെന്ന്. ചാഞ്ഞിരിക്കുക അല്ലേ? നമ്മൾ ഈ ആറ്റരികത്തൊക്കെ ഒരു തെങ്ങ് ഇങ്ങനെ വെള്ളത്തിലേക്ക്, കാരണം വെള്ളം ഒഴുകുന്നിടത്ത് എരമ്പൊന്നും ഇല്ലല്ലോ, വേറെ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തെങ്ങ് എപ്പോഴും വെള്ളത്തിന് മുകളിലൂടെ വളഞ്ഞിങ്ങനെ വരുന്ന കണ്ടിട്ടുണ്ടല്ലേ? ചാഞ്ഞു നിൽക്കുകയാണ്. ആ തെങ്ങ് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീഴാറില്ല, വീഴാൻ സാധ്യതയുണ്ട് ചാഞ്ഞു നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ നമ്മളുടെ മനസ്സെപ്പോഴും തിന്മയിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ മതി തിന്മയിലേക്ക് വീണുപോകും. പരീക്ഷയിൽ ഞങ്ങൾ വീണുപോകാൻ, ഉൾപ്പെട്ടു പോകാൻ ഇടയാകരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ ഈശോ പറഞ്ഞു. നമ്മുടെ മനസ്സെപ്പോഴും തിന്മയിലേക്കാണ്. സ്വാർത്ഥത, നമുക്ക് നമ്മുടെ കാര്യം, മറ്റുള്ളവർക്ക് അത് അവരുടെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം, ഇത് തിന്മയുടേതാണ്. എന്നാൽ നേരെ മറിച്ച് ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. പ്രഭാതത്തിൽ നമ്മൾ ഷിക്കാഗോയിൽ നിന്ന് ഇന്ന് ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ മേരി ജേക്കബ് ഇന്ന് ആഗോള സഭയുടെ പ്രതിബദ്ധ സംഗീതത്തിലെ 34 അല്ലേ, കർത്താവിൻ്റെ സ്നേഹം അറിയാനായിട്ട് അവിടുത്തെ തേടി എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. സംഗീതം 34 ഇന്നലെയൊക്കെ ചിന്തിച്ചാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ഇങ്ങനെ കർത്താവിന്റെ സ്നേഹം ഒന്ന് രുചിച്ചറിഞ്ഞാലേ നമുക്ക് അത് മനസ്സിലാകുള്ളൂ. പറഞ്ഞു കേട്ടാൽ മനസ്സിലാകില്ല. കർത്താവിന് മുമ്പിലേക്ക് ജീവിതം അടിയറ വയ്ക്കാൻ, ദൈവത്തെ അറിയാതെ നമ്മൾ പോകുമ്പോൾ, അതായത് നമ്മുടെ നാശത്തിൽ ദുഷ്കർമ്മികളുടെ ഓർമ്മ കർത്താവ് അവർക്ക് എന്താ പറയുക, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകുമെന്നാണ്. കാരണം നമ്മളൊരു കാര്യം അറിയേണ്ടതാണ് പ്രിയമുള്ളവരെ, അതായത് ദൈവം സ്നേഹമാണ്.
ദൈവത്തിൽ വേറെ ഒരു വികാരവും ഇല്ല എന്ന് ഞാൻ പറയും. അതായത് സ്നേഹം, ദൈവ സ്നേഹമാണ്, ബാക്കിയെല്ലാം അതിന്റെ പ്രതിഫലനമാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. സ്നേഹമുള്ളത് കൊണ്ടാണ് തന്നെ തന്നെ ബലിയായി തന്നെ തന്നെ ഇല്ലാതാക്കിയ നമ്മോടുള്ള സ്നേഹം മൂലമാണ് ദൈവം തന്നെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. ആ ക്രൂശിലേക്ക്, ആ കാൽവരിയിലേക്ക് നോക്കിയാൽ സ്നേഹമാണ്, വേറൊന്നുമില്ല, ഒരു സ്വാർത്ഥതയുമില്ല. അവനെ പോലെ ആകാൻ, എൻ്റെ ഈശോയെ നിന്നെ പോലെ ഒന്ന് ആകാനുള്ള ഭാഗ്യം ഈ ലോകത്തിൽ നിന്ന് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. അതാണ് സെയിന്റ് ആഗസ്റ്റിൻ, ദൈവമേ നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ, നിന്റെ സ്നേഹത്തിൽ ഒന്നാകുന്നത് വരെ. ഈശോ കൊച്ചിർശാപ്പുണ്ണിനെയും പ്രാർത്ഥിച്ചാണ്, നിന്റെ ഹൃദയത്തിൽ കത്തുന്ന ആ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു തീപ്പൊരിയെങ്കിലും ആകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ, എന്റെ സ്വാർത്ഥതയെല്ലാം എന്നിൽ എടുത്തു മാറ്റണമേ. കർത്താവേ, ഇല്ലാതായി തീരാൻ മറ്റുള്ളവർക്ക് കൊടുത്താലും ഞാൻ ഇല്ലാതാകുകയില്ല, അത് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ദൈവസ്നേഹം, അത് ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ ശക്തി നമ്മൾ അറിയണം. ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്, ദൈവം പരിശുദ്ധനായിരിക്കുന്നത്, നമ്മൾ പാപത്തിൽ പോയിട്ടും ദൈവം പരിശുദ്ധനായിരിക്കും നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ദൈവത്തിന്റെ വിശുദ്ധിയാകട്ടെ അത് സ്നേഹത്തിന് അധിഷ്ഠിതമാണ്. നമ്മൾ പലപ്പോഴും പൗലോസ്ലിയ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്തോസ് 13 അധ്യായം അല്ലേ, എപ്പോഴും പറഞ്ഞ സ്നേഹത്തെക്കുറിച്ച്. സ്നേഹം അല്ലേ, എനിക്ക് എന്തെല്ലാം കൃപാവരങ്ങൾ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും, എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനം. എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ, കുറെ ദാനം ചെയ്തേക്കാം, അതുമൂലം മറ്റുള്ളവരെ എൻ്റെ പേര് ഉയരട്ടെ, ഞാൻ വലിയതൊക്കെ ചെയ്തു എന്ന് ആരും അറിയട്ടെ, സ്നേഹത്തിലെ സ്വാർത്ഥതയിലാണ്. ഞാൻ എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താലും ഞാൻ ഇവർക്ക് വേണ്ടി മരിച്ചു എന്ന് അവരറിയട്ടെ എന്ന് പറയും, സ്നേഹത്തിൽ. എന്നാൽ യേശു സ്നേഹത്തിലാണ്, സ്നേഹത്തിന്റെ അന്ധതയാണ് യേശുവിന്റെ. സ്നേഹത്തിൽ അന്ധത ബാധിച്ചവനെ പോലെയാണ് യേശു തന്റെ ജീവിതം. ഒന്നും സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, തൻ്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ ജീവിതം, തിരുക്കുടുംബം നോക്കി, സ്വന്തമായിട്ടൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അവിടെ സ്വന്തമായിട്ടൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അവിടെ കാൽവരി കുരിശിലേക്ക് തൻ്റെ അമ്മ തൻ്റെ പുറകെ നിലവിളിച്ചു വരുന്നത് കൊണ്ട് ആ അമ്മയുടെ ദുഃഖത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അല്ലെ, അമ്മയുടെ ഭർത്താവായ തൻ്റെ വളർത്തപ്പൻ യേശു പിതാവ് നേരത്തെ മരിച്ചു പോകുമ്പോൾ തൻ്റെ അമ്മ വിധവയായി തീരും. അതുകൊണ്ട് കുറെ നാൾ കൂടി അമ്മയ്ക്ക് അല്ലെ അപ്പന് വളർത്തപ്പൻ യേശു പിതാവിന് ആയുഷ്യ നീട്ടിക്കൊടുത്താക്കാൻ ചിന്തിച്ചില്ല. സ്വന്തമായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാം ഇല്ലാതായി. നമ്മളിത് അറിയണം, നമ്മളിത് പഠിക്കണം. അവിടെയാണ് നമുക്ക് ഇനിയും ആത്മീയമായിട്ട്, വേറൊന്നുമല്ല, അവിടെ നമ്മുടെ ആത്മീയമായിട്ട് വളരേണ്ടതാണ്. അപ്പൊ സ്നേഹമാണ് ദൈവത്തിന്റെ നമ്മോടുള്ള ആകർഷണം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. അത് നമ്മൾ എത്ര പറഞ്ഞാലും അത് അനുഭവിച്ച് മനസ്സിലാക്കുന്നത് വരെ നമുക്കതാണ്. പൗലോസ് സ്നേഹം, ദൈവസ്നേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുവേണ്ടി ജീവൻ അർപ്പിക്കാൻ ഓടുകയാണ്. കർത്താവായ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആർക്ക്, എന്തിന്, ഈ ലോകത്തിലുള്ള ഒന്നിനും എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. നമുക്ക് ആ ഒരു അനുഭവം ഇന്നലെ ചിന്തിച്ചത്, ദൈവത്തോടുള്ള വിശ്വസ്തത, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം വിശ്വസ്തത. അബ്രാഹാം സ്വന്തം മകനെ മോറിയ മലയിലേക്ക് വിറകും തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ അബ്രാഹത്തിന് അവനെ ബലിയർപ്പിക്കാന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവനെ കൊന്നിട്ട് അവനെ ആ മാംസം അതിൽ അവന്റെ ശരീരം അതിൽ വിറകിന്റെ മുകളിൽ കിടത്തി തീ കത്തിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവിടെയും പറഞ്ഞത്, അവൻ മരിച്ചാലും അവന്റെ ശരീരം ആ ബലിവേദിയിൽ ദഹിച്ചില്ലാതായാലും ആ ചാരക്കൂനയിൽ നിന്നും ദൈവം അവനെ ഉയർത്തി തനിക്ക് തരുമെന്നുള്ള ആ ദൈവത്തിന്റെ സ്നേഹം നമുക്കാർക്കും എളുപ്പമല്ല മനസ്സിലാക്കാൻ. വിശ്വാസം എന്ന് പറയുന്നത്, അബ്രാഹത്തിന്റെ വിശ്വാസം, അതാണ് ചെയ്ത പ്രവൃത്തി. വേറെ ഒരു പ്രവൃത്തി അബ്രാഹം ചെയ്തിട്ടില്ല. ദൈവത്തിൽ വിശ്വസിച്ചു.
തന്റെ ആയുഷ്കാലം മുഴുവനും കാത്തിരുന്ന് കിട്ടിയ ഒരൊറ്റ മകനെ അവനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് ദൈവമാണ്, എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതായത് നമ്മൾ അറിയേണ്ട ഇതാണ്, എൻ്റെ ദൈവം ദോഷമായിട്ടൊന്നും എന്നോട് ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. നമ്മളിത് അറിയണം. അതാണ് ദൈവസ്നേഹം പ്രിയമുള്ളവരെ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞാണ് ഈ അപ്പസ്തോലന്മാര് മുമ്പോട്ട്. നമ്മൾക്കറിയാം, യേശുവിന്റെ ഉത്ഥാനവും പരിശുദ്ധാത്മാഭിഷേകത്തിനു ശേഷം യേശുവിനോടുള്ള ദൈവത്തോടുള്ള സ്നേഹമാണ് അവരുടെ ഉള്ളിൽ നിർബന്ധിച്ചുകൊണ്ട് അവരെ ആ സുന്ദര കവാടം വിളിക്കുമ്പോൾ ദേവാലയ വാതിക്കലിരുന്ന ആ മുടന്തനായ മനുഷ്യനെ കണ്ട് പണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്നും നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കുറെ വിഷമം തോന്നിയേക്കാം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ സ്നേഹം പത്രോസിന്റെ യോഹന്നാന്റെ ഉള്ളിലൂടെ പണ്ട് അതിലേക്ക് തിരക്കിട്ട് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും അവനോട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കൂ. പക്ഷെ അവൻ എന്തെങ്കിലും കൂടുതൽ പണം കിട്ടുമെന്ന് കരുതി നോക്കി. ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് നിനക്ക് തരാൻ സ്വർണവും വെള്ളിയൊന്നുമില്ല. ഞാൻ യേശുവിന്റെ സ്നേഹമാണ്, ദൈവ സ്നേഹമാണ് ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിന്റെ സ്നേഹം നിനക്ക് തരുന്നു, ദൈവത്തിന്റെ സ്നേഹം ഞാൻ നിനക്ക് തരുന്നു. നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വേറെ ഒന്നും ആഗ്രഹിച്ചില്ല, ആരും അറിയണമെന്നോ കാണണമെന്നോ ആഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലിരുന്നുകൊണ്ട് പത്രോസിനെ പ്രേരിപ്പിച്ചിട്ട് അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നസറായനായ യേശു നിന്നെ സ്നേഹിക്കുന്നു. നസറായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. അവിടെയാണ് അത്ഭുതം. എല്ലാം സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ, ദൈവനാമത്തെ പ്രതി ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുക. ഇന്നലെയൊക്കെ ചിന്തിച്ച് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇവര് അടി കിട്ടിയാലും കുഴപ്പമില്ല, കാരാഗ്രഹത്തിൽ ഇട്ടാലും കുഴപ്പമില്ല. അവർ വീണ്ടും ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചപ്പോൾ അവരെ അത്ഭുതം സംഭവിച്ചു. ദൂതൻ അവരെ ഇറക്കിവിട്ട് എന്നല്ല ചിന്തിച്ചു. പറഞ്ഞ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു. ദൈവസ്നേഹത്തിൽ അവിടെ അത്ഭുതം സംഭവിക്കാം. വിശ്വാസം ദൈവസ്നേഹത്തിന് അധിഷ്ഠിതമാണെങ്കിൽ, സ്വാർത്ഥതയില്ലാതെ അവര് ബലം പ്രയോഗിക്കാതെ അവരെ പിന്നെ വീണ്ടും കൊണ്ടുവന്നപ്പോൾ ഒരു ബലപ്രയോഗില്ല. അവർ കൂടെ പോന്നു. അറസ്റ്റ് ചെയ്യാൻ പോയവരുടെ കൂടെ അവർ ഇന്നത്തെ വായനതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായം 27. അവരെ കൊണ്ടുവന്ന് സംഘത്തിന് മുമ്പിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ, യേശു നാമത്തിൽ, ആ നാമത്തെ കുറിച്ചുള്ള ചിന്ത ഇപ്പോൾ സ്നേഹത്തിന്റെ ആ നാമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളം തിളക്കിയാണ് ദൈവ സ്നേഹത്തെ പ്രതി. ആ നാമത്തെ കുറിച്ച് പറയാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഹൃദയം ജ്വലിക്കുകയാണ് ആ നാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ. അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവനെ നാഥനും രക്ഷകനുമായി തന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ഇത് പറയാൻ പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയാണ്. അതായത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം നമുക്ക് ദൈവത്തിന്റെ സ്നേഹമാണ്. ത്രിത്വത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്, അല്ലെ? നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്നേഹാനുഭവമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ ദൈവം നമുക്ക് വേറെ ഒന്നും തന്നില്ല. നമുക്ക് നൽകിയത് ഈ പരിശുദ്ധാത്മാവിനെയാണ്. കാരണം എന്താ? പരിശുദ്ധാത്മാവാണ് സ്നേഹാരൂപി. നമ്മൾ വെറും സ്വാർത്ഥനാണ്, നമ്മൾ ജഡികരാണ്. ഈ ലോകത്തിലെ നമ്മുടെ സ്വന്തം കാര്യം, എത്ര പേരോടാണ് നമ്മുടെ സ്വന്തം കാര്യം മൂലം നമ്മൾ എത്ര പേരെ വെറുക്കുന്നുണ്ട്, എത്ര പേരോട് നമ്മൾ കരുണ കാണിക്കാൻ മടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കോപിച്ചുകൊള്ളുക. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളോട് വെറുപ്പുണ്ടാകും, പക്ഷേ അതിൽ തന്നെ ഇരിക്കരുത്. കോപത്തിലിരുന്നാൽ അത് തിന്മയുടെ ഒരു മേഖലയാണ്.
അതിൽ നിന്ന് പുറത്തു വരണം. കോപിച്ചുകൊള്ളുക, എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. സൂര്യാസ്തമയം വരെ കോപം നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മൾ എത്രയും വേഗം സ്നേഹത്തിന്റെ കൃപയിലേക്ക് വരണം. അതാണ് പരിശുദ്ധാത്മാവ്. ജഡമോഹങ്ങളിൽപ്പെട്ട് പാപത്തിന് അടിമയായി തീർന്ന ദാവീദ് അനുതാപത്തോടെ പറഞ്ഞതാണ്, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നിന്നോടുള്ള അചഞ്ചലമായ സ്നേഹം എന്റെ ഉള്ളിൽ നിക്ഷേപിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഈ പരിശുദ്ധാത്മാവാണ് സ്നേഹം നമ്മൾ നിറയ്ക്കുന്നത്. അതെ, അത് വിലാപങ്ങളിലെ ജെറമ്യായുടെ പ്രവചനം വിലാപങ്ങളിലൂടെ ഓർപ്പിച്ച് നമുക്കറിയാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ 19 ഇങ്ങനെ പറയുന്നത്, എൻ്റെ കഷ്ടതകളുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ഇത്രയും നിരാശയാണല്ലോ, എന്തുമാതിരി കുറ്റബോധമാണ് നമുക്ക് ജീവിതത്തിൽ. അതിനെപ്പറ്റി, എൻ്റെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത്, നമ്മുടെ രോഗങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് നിരന്തരം എൻ്റെ മനം തകരുന്നു. അല്ലേ, നേരം വെളുത്താൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പേടിയാ, കിടക്കാൻ പോകുമ്പോഴും പേടിയാ. എന്താ കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മളെ ഈ ഭയത്തിൽ നിന്നും, നമ്മുടെ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൗലോസ് പറയുന്നുണ്ട്, സ്നേഹമുള്ളിടത്ത് ഭയത്തിന് ഇടമില്ല. സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഭയം. ആരോടെങ്കിലുമൊക്കെ നമുക്കിന്ന് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നും നമുക്ക് ഭയമുള്ളത്. എല്ലാവരോടും ക്ഷമിച്ച് എല്ലാവരോടും നിരപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പിന്നെ ഈ ദൈവസ്നേഹം, പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ പിന്നെ നമുക്ക് ഭയമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്, എനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എത്ര വലിയ പാപിയാണെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ദൈവം, ഇത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആരോട് നമ്മൾ പിന്നെ സ്നേഹം? ദൈവം, നാം പാപികളായിരിക്കെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ സ്വഭാവം നമ്മൾ വരിക. ഇന്നും ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്നും നമ്മൾ പലതിനും അടിമകളാണ്. ഭയവും ഉത്കണ്ഠയും നിരാശയും കുറ്റബോധവും വാശിയും വൈരാഗ്യവും ഒക്കെ ആയിട്ട് പോകുന്നതാണ്. ക്ഷമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സ്നേഹം നിറയുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. കർത്താവിന് സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ പ്രഭാതം അല്ലേ എത്ര മനോഹരമാണ് പ്രഭാതം. ഏത് വേനൽക്കാലമാണെങ്കിലും പ്രഭാതത്തിന് ഊഷ്മളതയുണ്ടല്ലോ. അത് ദൈവം സ്നേഹം നമ്മൾ നിറയ്ക്കുന്നതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നമ്മുടെ മനോഭാവം, ആ പ്രഭാതത്തിന്റെ ആ കിളികളുടെ പാട്ടും പൂക്കളുടെ മണവും മന്ദമാരുതനും, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമാണ്, അടയാളങ്ങളാണ്. നമ്മളത് അറിയണം. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് പ്രഭാതം. അല്ലെ, വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പൂന്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവം ഉൽപ്പാദിപ്പിച്ചതാണ്. ആ പൂക്കൾ അവിടെ നമ്മളെ ദൈവത്തിന്റെ സ്നേഹം പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തുന്ന റോമർ 1 പൗലോസ് പറഞ്ഞതാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്കിടയിൽ മേരി ഓർപ്പിച്ചതാണ്, പ്രപഞ്ചം പോലും ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടാൻ വേണ്ടി അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തെ ആദ്യത്തെ അന്ന് ഏൽപ്പിച്ചത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പ്രപഞ്ചം സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞു. ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി പ്രപഞ്ചം പോലും ആകാംക്ഷയോടെ ഏറ്റുനോവെടുക്കുന്നു. അശിശി പുണ്യവാളന്റെ അടുത്ത് മൃഗങ്ങളൊക്കെ വന്നിരുന്നു. ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. നമ്മുടെ അടുത്ത് വരുമ്പോൾ മൃഗങ്ങളൊക്കെ പറന്നു പോകും. കാരണം അവർക്ക് പക്ഷികളൊക്കെ പറന്നു പോകും. കാട്ടിലെ മൃഗങ്ങൾ നമ്മളെ കാണുമ്പോൾ ഓടും. കാരണം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സ്നേഹമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എല്ലാ മനുഷ്യരും സ്വഭാവേന നമ്മുടെ ഉള്ളിൽ തിന്മയാണ്. അതുകൊണ്ടാണ് അശിശി പുണ്യവാളൻ 2-ാം ക്രിസ്തു എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു നിന്നുകൊണ്ട് കാട്ടിലെ മൃഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് 2-ാം ക്രിസ്തു നമ്മൾ പറയുമ്പോൾ കുറ്റബോധമൊന്നും വേണ്ട, നമ്മുടെ ആത്മാവില് സ്നേഹം നിറയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലെ സ്നേഹം. അതെ, ആ സ്നേഹമാണ് അപ്പോസ്തലന്മാരെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നിർബന്ധിക്കുന്നത്. ആ സ്നേഹമാണ്, സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. റോമർ 5:5 ദൈവത്തിന്റെ സ്നേഹമാണ് ഈ പരിശുദ്ധാത്മാവ്. റോമർ 5:5 ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ്
ഓരോ കൂദാശകളിലൂടെയും വീണ്ടും വീണ്ടും നമുക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ സ്നേഹാരൂപിയാണ്, സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂദാശകൾ സ്വീകരിക്കുക, വേറൊന്നിനു വേണ്ടിയല്ല. വിശ്വാസം ഉണ്ടായിരിക്കാം, സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല പറഞ്ഞു. മലകളെ മാറ്റാൻ തക്ക വിശ്വാസം, അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് ദൈവം ഒരു മാർക്കിടുന്നില്ല. ദൈവം മാർക്കിടുമ്പോൾ എനിക്ക് മൈനസായിരിക്കും കിട്ടുന്നത്. എനിക്ക് ഇത്രയും വരദാനങ്ങളുണ്ട്, ഭാഷാവരമുണ്ട്, ദർശന പ്രവചനം, രോഗശാന്തി വരവുണ്ട്, പ്രവചനവരവുണ്ട്, വചനം പ്രസംഗിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, പല കാര്യങ്ങളും ചെയ്യാൻ. പക്ഷേ എൻ്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ദൈവം മാർക്കിടുമ്പോൾ എനിക്ക് മൈനസായിരിക്കും കിട്ടുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, ആ നാളുകളിൽ അനേകർ എൻ്റെ അടുത്ത് വന്ന് പറയും, ഓർക്കുന്നില്ലേ എന്നെ, നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ഞാൻ പറയും, ഞാൻ നിങ്ങളെ അറിയുന്ന പോലുമില്ല. കാരണം സ്നേഹത്തിലായിരുന്നില്ല ഒന്നും. എല്ലാ സ്വാർത്ഥതയും ധനമോഹവും ഈ ലോകത്തിൻ്റെതായ ചിന്തകളിൽപ്പെട്ട് ഇന്നും അത് തന്നെയാണ്. നമ്മളെ അറിയാതെ ദൈവസ്നേഹത്തിൽ ആരംഭിച്ചിട്ട് നമ്മളിന്ന് സ്വാർത്ഥതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് കാരണം ഈ ലോക അവസാന നാളുകളിൽ അങ്ങനെയാണെന്നാണ് തിമോത്തിയോട് പൗലോസ് പറഞ്ഞു. 2 തിമോത്തി 3 പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും, സ്വാർത്ഥതയാണ്, സ്നേഹമൊന്നുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് കരുണ കാണിക്കണം, ഇല്ലാതായിത്തീരണം, സ്നേഹമൊന്നുമില്ല. സ്വാർത്ഥ സ്നേഹികളും, ധനമോഹികളും, അഹങ്കാരികളും, ഗർവിഷ്ഠരും, ദൈവദൂഷകരും, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും, നന്ദിയില്ലാത്തവരും, വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും, ക്രൂരന്മാരും, നന്മയെ വെറുക്കുന്നവരും, വഞ്ചകരും, എടുത്തിയാട്ടക്കാരും, അഹന്തയുള്ളവരും, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ആ ചൈതന്യമാണ് സ്നേഹം. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ചിലരിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.